വർഷം 2015 കൊല്ലം ജില്ലയിലെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു റിലീസ് സിനിമ കാണണമെങ്കിൽ 20 കിലോമീറ്റർ അപ്പുറം കൊല്ലം നഗരത്തിലോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിലോ പോകേണ്ടിയിരുന്ന ആ ഒരു സമയത്ത് 2015 പ്രേമം സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ശ്രീമാൻ ബാബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാൻസിയും കൊല്ലത്തേക്ക് പോയി. 2 പ്രാവശ്യം പോയിട്ടും ടിക്കറ്റ് കിട്ടാതായപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി. സ്വന്തം നാട്ടിൽ തന്നെ ഒരു തിയേറ്റർ തുടങ്ങുക. അതാകുമ്പോൾ ഇന്ന് നാട്ടുകാർക്കും സിനിമ കാണാൻ വേണ്ടി ഇനി കൊല്ലത്തേക്കോ കൊട്ടാരക്കരയിലേക്കോ ഒന്നും പോകേണ്ടി വരില്ലല്ലോ. അങ്ങനെ കൊട്ടിയത്തോ കുണ്ടറയിലോ ഒന്നും റിലീസ് തിയേറ്റർ ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് താരതമ്യേന വളരെ ചെറിയൊരു ഗ്രാമമായിട്ടുള്ള നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു നല്ലിലയിൽ ഇവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ട് JB സിനിമാസ് എന്ന പേരിൽ ഒരു 2 സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആരംഭിച്ചു. 2 സ്ക്രീനുകളും വളരെ മികച്ച രീതിയിൽ പോകുമ്പോൾ 2025 അവർ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തി. കേരളത്തിലെ ഏതൊരു നഗരത്തോടും കിടപിടിക്കുന്ന ഒരു തിയേറ്റർ സ്വന്തം നാട്ടിൽ പണിയുക എന്ന്. അങ്ങനെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ദാ ഇവിടെ നടന്നിരിക്കുകയാണ്. അതെ, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ നല്ലില എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന JB സിനിമാസിൻ്റെ 3ാമത്തെ സ്ക്രീനിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു പുതുപുത്തൻ സ്ക്രീനിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിൽ കൊട്ടിയത്തിനും കുണ്ട്രയ്ക്കും നെടുമൺകാവിനും ഒക്കെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് നല്ലില. നല്ലില ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ JB സിനിമാസ് സ്ഥിതി ചെയ്യുന്നത്. JB സിനിമാസിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന 2 സ്ക്രീനുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് പുതിയ ബിൽഡിങ്, അതായത് 3rd സ്ക്രീനിൻ്റെ ബിൽഡിങ്ങും ചേർത്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന് സമീപമായിട്ട് വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ, ഒരു 10 ബസ്സോ 10 ലോറിയോ വന്നാൽ പോലും ആളുകൾക്ക് പാർക്ക് ചെയ്ത് സിനിമ കാണാൻ സാധിക്കുന്ന അത്ര വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. JB സിനിമാസിന്റെ മുന്നേ ഉണ്ടായിരുന്ന 2 സ്ക്രീനുകൾ, അതായത് റെഡ് ബ്ലൂ എന്ന സ്ക്രീനുകൾക്ക് വേണ്ടിയുള്ള ലോബിയും ആ ഒരു ലോബിയിൽ തന്നെ നമുക്കൊരു കഫ്റ്റീരിയയും ബോക്സ് ഓഫീസും കാണാൻ സാധിക്കും. മുന്നേ ഉണ്ടായിരുന്ന 2 സ്ക്രീനുകളും 4K പ്രൊജക്ഷനും ഓറോ 11.1 സൗണ്ട് സിസ്റ്റത്തിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ബോക്സ് ഓഫീസിൻ്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇതേ ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ സ്ക്രീനിലേക്കും ടിക്കറ്റ്സ് ലഭിക്കുക. ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണറായിട്ട് വരുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് വഴിയും UPI പേയ്മെൻറ്റ് വഴിയും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്രീൻ റെഡിലേക്കും ബ്ലൂവിലേക്കും നമുക്ക് ഈ ഒരു പഴയ ലോബിയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ സാധിക്കും. എന്നാൽ പുതുതായിട്ട് തുടങ്ങിയ സ്ക്രീനിലേക്ക് നമുക്ക് ഒരു സൈഡിലൂടെയുള്ള പാസേജിലൂടെ പോയിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. പുതുതായിട്ട് തുടങ്ങിയ ഈ ഒരു സ്ക്രീൻ 3ക്ക് വേണ്ടിയിട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള ലോബിയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സ്ക്രീൻ 3ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലുള്ള ലോബിയിലാണ് കേട്ടോ. അതായത് സ്ക്രീൻ 1നും 2നും വേണ്ടിയിട്ടുള്ള ലോബിയിൽ നിന്നും അതുപോലെ തന്നെ കഫ്റ്റീരിയയിൽ നിന്നും ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് ഒരു പ്രീമിയം ടച്ചിലാണ് കംപ്ലീറ്റ്ലി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇരിപ്പിടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തൂണിന് ചുറ്റുമായിട്ടും ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഫ്റ്റീരിയയിലേക്കുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. കാരണം ഓപ്പണിങ്ങിന് മുന്നായിട്ട് അതൊക്കെ സെറ്റാവും. നിലവിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഈ ഒരു തിയേറ്ററിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. സോ അത്യാവശ്യം ടച്ചപ്പ്, ഫിനിഷിങ്, പൊടിതട്ടൽ വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ലോബിയിൽ തന്നെയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂംസ്, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വാഷ്റൂംസ്, അതുപോലെ അമ്മമാർക്ക് മുലയൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഫീഡിംഗ് റൂം, ഇത്രയും സൗകര്യങ്ങൾ ഈ ഒരു ലോബിയിൽ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട് ക്ലാസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു തിയേറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ സ്ക്രീൻ 3യുടെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനാഗ്രേഷന് തയ്യാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു സ്ക്രീന്. സീറ്റിൻ്റെ കവറുകൾ പോലും മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സീറ്റിൻ്റെയും ഇൻറ്റീരിയറിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വാശിയുടെയും അതുപോലെ തന്നെ സ്വന്തം നാടിനുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും പുറത്താണ് JB സിനിമാസുള്ള ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു നാട്ടിൽ തുടങ്ങിയത്. 2018 ആദ്യ സ്ട്രീറ്റ് ലൈറ്റ് ഈ 2 സിനിമകൾ വെച്ചിട്ടായിരുന്നു കേട്ടോ പഴയ 2 സ്ക്രീനുകളും തുറന്നത്. ഓറോ 11.1 ആയിരുന്നു ഈ 2 സ്ക്രീനുകളിലെ സൗണ്ട് സിസ്റ്റം എന്നുള്ളതായിരുന്നു ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എറണാകുളത്തുള്ള ഞാനൊക്കെ നല്ലിലയിൽ ഇങ്ങനൊരു നാട്ടിൻപുറത്ത് ഒരു തിയേറ്റർ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് വണ്ടടിച്ച് അന്ന് ഇരുന്നിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട്. സോ എന്തായാലും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയമായിട്ട് JB സിനിമാസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നല്ല വീതിയുള്ള, നല്ല ആ ഒരു വീതിക്കൊത്ത നീളമുള്ള, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന, നല്ല ക്ലാസ് ആയിട്ട് സീറ്റിംഗ് ചെയ്തിരിക്കുന്ന, ഏറ്റവും ടോപ്പായിട്ടുള്ള ടെക്നിക്കൽ സ്പെക്സിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു തിയേറ്ററാണ് JB സിനിമാസിൻ്റെ ഈ ഒരു സ്ക്രീൻ 3. എന്തായാലും കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ നമ്മുടെ ഒരു JB സിനിമാസിൻ്റെ സ്ക്രീൻ 3 ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്.
കൊല്ലം ജില്ലയുടെ ഈ ഒരു പ്രദേശം, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നല്ലില എന്ന് പറഞ്ഞാൽ ഈ ഒരു നാട്ടിന് പുറത്തുള്ള ആളുകൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് ചുറ്റും, അതായത് കുണ്ടറ, കൊട്ടിയം, അതുപോലെ തന്നെ കൊല്ലം ടൗണ്, കൊട്ടാരക്കര, ഇങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളിലെ സെൻട്രലായിട്ട് വരുന്ന ഒരു ചെറിയ ഗ്രാമമാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തും ഇതിന് ചുറ്റുമുള്ള ആളുകൾക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ കൂടിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ചുറ്റോട് ചുറ്റും ടോപ്പിലും ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആകെ നമുക്ക് ഒരു 4 അടിയിൽ താഴെയുള്ള ഭാഗത്ത് മാത്രം ഒരു വുഡൻ കളറിലുള്ള ഒരു വർക്ക് കാണാം. അതിന് മുകളിലേക്കുള്ള അക്വസ്റ്റിക്സ് എല്ലാം ബ്ലാക്കിലാണ്. അതിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വാം ലൈറ്റ്സ് കൊടുത്തു പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് മുംബൈ ആസ്ഥാനമുള്ള എയ്സ് ഡെക്കോർ എന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂത്താട്ടുകുളത്തു നിന്നുള്ള ബി ലൈറ്റ്സും ആണ് കേട്ടോ. സോ ഇൻറ്റീരിയർ സൈഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സീറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണെങ്കിലും സീറ്റുകളൊന്നും കുത്തി നിറയ്ക്കാതെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 15 നിര സീറ്റുകൾ ഉള്ളതിൽ 9 നിര സീറ്റുകൾ ഈ കാണുന്ന തരത്തിലുള്ള നോർമൽ സീറ്റുകളും, അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലായിട്ട് 5 നിരയിൽ സോഫ സീറ്റുകളും, അതിൻ്റെ പിന്നിൽ 1 നിരയിൽ റിക്ലൈനർ സീറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നോർമൽ സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റുകളാണ് കേട്ടോ. ടോട്ടലി ബ്ലാക്ക് കളറാണ്. അതിൽ തന്നെ നമുക്കൊരു റെഡ് കളറിലുള്ള സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നതാണ് ഡയമണ്ട് ഷേപ്പിൽ. സോ നല്ല ഒരു ക്ലാസ് ലുക്ക് ഈ ഒരു സീറ്റിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെയും നമ്മുടെ സോഫ സീറ്റുകളിലുള്ള മോഡലുള്ള ഒരു കുഷൻ സപ്പോർട്ടും, അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ ഫുൾ ബോഡിയും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് കാണാം. സോ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് നോർമൽ സീറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെഗ് സ്പേസ് ആണെങ്കിലും നല്ല അടിപൊളി ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. ഈ ഒരു മോഡലിൽ ടോട്ടൽ 188 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. സാധാരണ തിയേറ്ററുകളിലൊക്കെ ഏറ്റവും പിന്നിലെ 1 നിരയിലോ അല്ലെങ്കിൽ 2 നിരയിലോ ആണ് നമ്മൾ സോഫ സീറ്റ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സോഫ സീറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നോർമൽ സീറ്റുകളോട് കൂടിയിട്ടുള്ള ഹാളുകളിലൊന്നാണ്. അതായത് 5 നിരയിലായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള 111 കിഡിലൻ സോഫ സീറ്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സീറ്റുകളും നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രീൻ കളറിൽ നല്ല അടിപൊളി കംഫോർട്ടോടെ നല്ല കിഡിലൻ ലെഗ് സ്പേസിൽ ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ എന്തായാലും ഇത്രയധികം സോഫ സീറ്റുകൾ മറ്റൊരു തിയേറ്ററിലും ഇല്ല എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് 250 രൂപയാണ്. സീറ്റുകളിലെല്ലാം തന്നെ നമുക്ക് JB സിനിമാസിൻ്റെ ലേബലും കാണാൻ സാധിക്കും. അപ്പോൾ ആകെയുള്ള 315 സീറ്റുകളിൽ ഏറ്റവും പിന്നിലത്തെ 1 നിര, അതായത് 16 റിക്ലൈനർ സീറ്റുകളൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും നമ്മുടെ നോർമൽ റിക്ലൈനർ സീറ്റ്സ് അല്ല, നമ്മൾ മുന്നേ ആറ്റിങ്ങിൽ ഗംഗ തിയേറ്ററിൽ കാണിച്ച മോഡലിലുള്ള ഡബിൾ മോട്ടർ റിക്ലൈനർ സീറ്റ്സ് ആണ് കേട്ടോ. ഡബിൾ മോട്ടർ റിക്ലൈനർ സീറ്റ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ നോർമൽ റിക്ലൈനർ സീറ്റ്സ് പോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റിക്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് റിക്ലൈനായ ഈ സീറ്റിൽ നമ്മുടെ ഹെഡിൻ്റെ ഭാഗം മാത്രം നമുക്കിതാ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഒരേ സമയം നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം ഫുള്ളായിട്ട് കിടക്കുന്ന സ്റ്റേറ്റിലും, അതുപോലെ തന്നെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം ഈ ഒരു ഇരിക്കുന്ന പൊസിഷനിലും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിനിമ ആസ്വദിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഡബിൾ മോട്ടോർ റിക്ലൈനർ സീറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു മോഡൽ സീറ്റുകൾക്ക് 350 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതാ ഈ നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടേബിളും ഈ ഒരു സീറ്റുകളോട് അറ്റാച്ച് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിക്ലൈനർ സീറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പേസിനുമുണ്ട് പ്രത്യേകത. ഒരു മിനി ബാൽക്കണി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു നോർമൽ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിങ്ങിൽ നിന്ന് അല്പോടെ ഹൈറ്റ് കയറിയിട്ടാണ് ഈ ഒരു റിക്ലൈനേഴ്സിൻ്റെ ഈ ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് കയറി വരാനുള്ള എൻട്രൻസ് വരുന്നതും നമ്മുടെ 1 നില മുകളിൽ കയറിയിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. അതായത് റിക്ലൈനേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു എൻട്രൻസും എക്സിറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിക്ലൈനേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പേസിലെ സ്പീക്കറുകൾക്കുണ്ട് പ്രത്യേകത. നമ്മുടെ നോർമലി അതായത് മറ്റ് സറൗണ്ട് സ്പീക്കേഴ്സ് എല്ലാം ഡോൾബിയുടെ തന്നെ സ്പീക്കറുകളാണെങ്കിൽ ഇവിടെയുള്ള സ്പീക്കേഴ്സ് ഈ കാണുന്ന രീതിയിലുള്ള കുഞ്ഞൻ JBL സ്പീക്കേഴ്സാണ് കേട്ടോ. ഓവർഹെഡ് സ്പീക്കേഴ്സ് വരുന്നത് JBLൻ്റെയാണ്. കാരണം ഇവിടേക്കുള്ള ഒരു സ്പെഷ്യൽ ചാനലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആംപ്ലിഫയേഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പറയാം. സീറ്റിങ്ങിൻ്റെയും കംഫർട്ടിൻ്റെയും കാര്യത്തിൽ JB സിനിമാസിൻ്റെ സ്ക്രീൻ 3 നിങ്ങളെ എന്തായാലും നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉറപ്പാണ് ഇവിടുത്തെ ടെക്നിക്കൽ സ്പെക്സിൻ്റെ കാര്യത്തിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റവും. ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റത്തിൽ സ്പീക്കറുകളെല്ലാം വരുന്നത് ഡോൾബിയുടെ തന്നെ ബ്രാൻഡഡ് സ്പീക്കറുകളാണ്. സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹാളിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു 6 സബ് വൂഫറുകളും ഹാളിൻ്റെ
ഇരുവശത്തുമായിട്ട് 2 സബ് ഊഫറുകൾ, അങ്ങനെ 8 ബ്രാൻഡ് ന്യൂ സബ് ഊഫറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തിയേറ്ററിലെ ആംപ്ലിഫയേഴ്സ് വരുന്ന റാം ഓഡിയോയുടെയും ക്രൗണിൻ്റേതുമാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗൻചേട്ടനാണ്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റിയുടെ 4425 എന്ന മോഡൽ ലേസർ പ്രൊജക്ടറാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്ക്രീനാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിലുള്ളത്. ഏകദേശം 50 അടി വീതിയും 20 അടി ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 50 അടി വീതിയുള്ള സ്ക്രീനിൽ ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷനും അതിൻ്റെ ഒപ്പം തന്നെ ഡോൾബിയുടെ സ്പീക്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റവും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം, എൻ്റെ പേര് ബാബു. ഞാൻ ഈ നല്ലിലാണ് എൻ്റെ സ്വദേശം. ഇവിടെ 2018 ഞാൻ ഇവിടെ സംരംഭം തുടങ്ങിയത്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് പുതിയൊരു തിയേറ്റർ വെച്ചത്. അതിൻ്റെ സംവിധാനങ്ങളെല്ലാം വളരെ മികച്ചതാണെന്ന് വിചാരിച്ച് സോഫ സീറ്റും റിക്ലൈനറും എല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ പരിസരപ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ സൗകര്യമായി കാണാൻ വേണ്ടി നല്ല രീതിയിലാണ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ, വിശാലമായ പാർക്കിങ്ങൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതായ ആളുകളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സോഫ സീറ്റൊക്കെ ഫാമിലിയെ പ്രതീക്ഷിച്ചാണ് ചെയ്തിരിക്കുന്നത്. റിക്ലൈനറുണ്ട്, പിന്നെ നല്ല വിശാലമായ കഫറ്റേരിയ ഉണ്ട്. എല്ലാ സാധനങ്ങളും മിതമായ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. MRP കൂടുതലൊന്നും ഒരു സാധനം വിൽക്കാറില്ല ഇവിടെ. ഇനി അടുത്ത തിയേറ്റർ 2 ഉള്ളത് റിനോവേഷൻ ചെയ്യാനിരിക്കുകയാണ്. അടുത്ത വൈകാതെ അതും റിനോവേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ തിയേറ്ററിൻ്റെ 3ാമത്തെ സ്ക്രീനിൻ്റെ വർക്കുകൾ തുടങ്ങിയ ശേഷം ഓരോ സമയത്തായിട്ട് വൈശാഖനോട് ഞാൻ അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ടായിരുന്നു. അതിൽ വൈശാഖനാണെങ്കിലും നമ്മുടെ അടുത്ത് സീറ്റിൻ്റെയും സൗണ്ടിൻ്റെയൊക്കെ ഓരോ സജഷൻസും ഇൻപുട്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. സോ ഇതൊന്ന് ഓപ്പണായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക, കുറേ ആയിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരിതാണ്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ എന്താ പറയുക, വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള അല്ലെ JB സിനിമാസിൻ്റെ ഒരു പുതിയ സംരംഭത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെൻറ്റോ കൂടി നമ്മൾ കൈമാറുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. നല്ലില എന്ന ഈ ഒരു നാട്ടിൻപുറത്തേക്കും ഇവിടുത്തെ JB സിനിമാസിലേക്കും വരുന്നതിന് മുന്നേയുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള കംപ്ലീറ്റ് ഐഡിയയും മാറിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. കാരണം ഇതുപോലൊരു നാട്ടിൻപുറത്ത് ഇത്രയും അടിപൊളിയായിട്ടൊരു തിയേറ്റർ, നമ്മൾ പറയുന്നത് സ്ക്രീൻ 3യെ പറ്റിയാണ്. സോ ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മാനേജ്മെൻറ്റിനോട് ആദ്യം തന്നെ നമ്മുടെ സൈഡിൽ നിന്നൊരു വലിയ നന്ദി പറയുന്നു. എന്തായാലും തിയേറ്റർ ഉടനെ തന്നെ ഓപ്പൺ ആവും. ക്രിസ്മസ് ന്യൂ ഇയർ ഓപ്പണിംഗ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത അധ്യായത്തിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.